ഡോക്ടർ പ്രേംകുമാർ, ഇപ്പം നമ്മൾ ഈ ജഡ്ജ്മെന്റും കാര്യങ്ങളും അതിൻ്റെ സാങ്കേതികമായ വശങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് പോലും സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രിവിലേജാണ് സർക്കാരിനും സംവിധാനത്തിനും. കാരണം നമ്മൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ ആത്യന്തികമായി, അല്ലെങ്കിൽ നമ്മളങ്ങനെ പ്രഖ്യാപിക്കണം നമുക്ക് നിയമത്തിലും നീതിന്യായ വ്യവസ്ഥയിലും വിശ്വാസമില്ല എന്നുള്ളത്. കോടതി ഒരു അന്വേഷണം വേണം, CBI എന്ന് പറയുന്ന ഒരു ഏജൻസിയെ അതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുന്നു. അതിന് കാര്യമായി ഈ വിധിയിൽ തന്നെ പറയുന്ന ഒരു കാര്യം കോടതിക്ക് വിജിലൻസിന് വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ജനാധിപത്യ വിശ്വാസികൾ വിചാരിക്കുന്നത്, നിഷ്കളങ്കരാണല്ലോ, വിചാരിക്കുന്നത് ആ സ്പോട്ടിൽ അദ്ദേഹം രാജിവെച്ച് പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടും എന്നുള്ളതാണ്. നമ്മളിവിടെ ഇരുന്ന് ഓരോ ഖണ്ഡിക വെച്ച് സംസാരിക്കുന്നത് പോലും ഈ അധികാരം കൈക്കൊള്ളുന്നവരുടെ, അത് കൊണ്ടാടുന്നവരുടെ, ആഘോഷിക്കുന്നവരുടെ ഒരു വലിയ പ്രിവിലേജ് അല്ലേ എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. സംസ്ഥാനത്തെ നിയമ സംവിധാനത്തിന്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിശ്വാസമില്ലാത്ത ഒരു വിജിലൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമല്ലേ? അത് നമ്മൾ വളരെ ഉട്ടോപ്യനായ ഒരു ലോകത്ത് ഇരുന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ്. ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങനെ നടക്കുമോ എന്നുള്ളത്, എല്ലാ സംവിധാനങ്ങളും അതിന്റെ പഴയകാല സ്വാതന്ത്ര്യ സമര കാലത്തുള്ള ക്വാളിറ്റിയിൽ നിന്നൊക്കെ താഴേക്ക് പോന്നിരുന്ന കാലത്ത് ഇങ്ങനെ വല്ലപ്പോഴും ഒരു ചെറിയ സാങ്കേതികത്വത്തിന്റെ മേലിൽ പിടിക്കപ്പെടുന്ന ആളുകൾ മാത്രം രക്തസാക്ഷികളാവണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്തുള്ള പ്രശ്നമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ജനറലി മാധുവിന്റെ വളരെ പേഴ്സണലായ ചോദ്യത്തോട്. പിന്നെ അനിൽ അക്കരെ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുന്നു. ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, പ്രൈം ടൈം ചർച്ചയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇടത് സഹയാത്രികനും BJP പ്രതിനിധിയും ഒക്കെ വരുന്നത് ഇതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉള്ളതുകൊണ്ടാണ്, അഥവാ KM എബ്രഹാം ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയതുകൊണ്ടാണ്. അവിടം വരെ എനിക്ക് ശരിയാണ്. പക്ഷേ KM എബ്രഹാമിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അന്വേഷണം എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനമോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആയിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു എൻക്വയറിയിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടില്ല ഒരാൾക്കെതിരെ രണ്ടാമതൊരു എൻക്വയറി നടത്താൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു. ഇത്രയുമാണ് സിനേറിയോ. ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ എല്ലാ നൈതികതയും നഷ്ടപ്പെട്ടു പോയി എന്നും പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ സീരീസിൽ ഒരെണ്ണം പോലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശിവശങ്കർ IAS അടക്കം EDയുടെ കേസ് നടക്കുന്നു എന്നല്ലാതെ ഈ ദിവസം വരെ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പോലും സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഒരു കോടതിയിലും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവരും വെറുതെ പോവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരേക്കും. ഇനി നാളെ വന്നേക്കാം, ഞാൻ അതിൽ ഞാൻ തർക്കിക്കാൻ ആളില്ല. ഇനി ശങ്കുട്ടി ദാസ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് 100% വിയോജിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം നല്ലൊരു വക്കീലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ മാത്യു കുഴൽനാടനെ പോലുള്ള ലോജിക്ക് നിങ്ങൾ പറയരുത്. ഒറ്റ ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്ന ഈ വിധിന്യായത്തിന്റെ അവസാനം ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറയുന്നില്ല, ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് കൊടുക്കണം തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രൈമ ഫേസി കോടതിക്ക് തോന്നിയാൽ പോലും ഹൈ ഒഫീഷ്യൽസിനെതിരെ CBI എൻക്വയറി പോലുള്ള എൻക്വയറീസ് നടത്തുമ്പം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് ഈ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതിയുടെയും പല ഹൈക്കോടതികളുടെയും വിധികൾ കോട്ട് ചെയ്തുകൊണ്ട് ഈ ജസ്റ്റിസ് K. ബാബു തന്നെയാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ നിർബന്ധമാണ് എന്നുള്ളത്. പക്ഷേ എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതുകൊണ്ട് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് FIR ഇടാം. അതിന്റെ അകത്താണ് നമ്മളൊരു കോമൺ സെൻസിൽ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു മനസ്സിലാവായിക. കൊടുത്ത പരാതി പോലും ശങ്കുട്ടി ദാസിന് അറിയാം, ക്രിമിനൽ MC ആണ് ഫയൽ ചെയ്തത്, ക്രിമിനൽ RP അല്ല, റിവ്യൂ പെറ്റീഷൻ അല്ല. വിജിലൻസ് കോടതി വിധിയെ റിവ്യൂ ചെയ്യാനുള്ള പരാതി അല്ല കൊടുത്തത്, ക്രിമിനൽ MC ആണ് കൊടുത്തത്. 2 പ്രേയറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വിജിലൻസ് കോടതി വിധി സെറ്റ് അസൈഡ് ചെയ്യണം, രണ്ടാമത്തെ CBI എൻക്വയറി ഓർഡർ ചെയ്യണം. അങ്ങനെ 2 സാധനങ്ങളൂടെ കൊടുക്കുക എന്നുള്ളതിലും എനിക്കറിയില്ല, സാധാരണ പതിവ് നമ്മൾ കാണാത്ത ഒരു സംഗതിയാണ്. ഇതൊക്കെ ലീഗലി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ അതിസാങ്കേതികമായ കാര്യങ്ങളുണ്ട്. ഒരു ലീഗൽ ബാറ്റിലാണ്, ലീഗൽ ഫൈറ്റ് ആണ്. അതിൽ ഇപ്പോൾ ആ കുറ്റാരോപിതനായിരിക്കുന്ന ആൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രാജിവെക്കണം, മുഖ്യമന്ത്രി അദ്ദേഹത്തെ നീക്കണം എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ പറയുന്ന ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് അമാസ് ചെയ്തിരിക്കുന്നത് വേറൊരു കാലത്താണ്. അതിൽ ഒരു തവണ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ എൻക്വയറി ക്വിക്ക് വെരിഫിക്കേഷൻ ഇല്ലാതെ നടത്താൻ CBIയോട് പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ വരെയാണ് സിറ്റുവേഷൻ ഉള്ളത്. നമ്മളിപ്പോഴും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അംഗീകരിച്ച് തന്നെ നിൽക്കുന്നു. നമ്മളിപ്പോഴും 2 ക്രിമിനൽ കേസ്, ഇന്ന് K. സുധാകരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു,
ഇതിനേക്കാൾ ഭീകരമായ ഒരു അഴിമതി കേസിലാണ്. അദ്ദേഹം തന്നെയാണ് KPCC പ്രസിഡന്റ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇതിന് എത്രത്തോളം നൈതികത പറയാൻ പറ്റുമെന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ചർച്ച ചെയ്യുന്ന പോലുമില്ലല്ലോ. നമുക്ക് ഒരു കോൺഗ്രസ് നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം, പോലീസ് ഗ്രില്ല് ചെയ്യുന്നത്. ഇതേ ഫ്ലോറിൽ ഞാൻ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക്, മറ്റൊരു പാനലിസ്റ്റിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ഒരാൾക്കു നേരെയുള്ള ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നത് പോലെയല്ല സംസ്ഥാനത്തെ ഒരു വകുപ്പിൽ വിശ്വാസമില്ല എന്ന് കോടതി പറയുന്നത് എന്നുള്ളത് ഒരു ഉട്ടോപ്യൻ വിശദീകരണത്തിനുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ഏറെ നിഷ്കളങ്കയായ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നു. ഒരു വകുപ്പിൽ നിയമ സംവിധാനത്തിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരാൾക്കെതിരായ അഴിമതി ആരോപണം എന്ന തരത്തിൽ ലഘൂകരിച്ച് കാണാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ. രണ്ടാമത്തേത്, CMOയ്ക്ക് ബന്ധമില്ല, CMOയ്ക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ വിജിലൻസ് എന്ന് പറയുന്നത് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത്, ആ വിജിലൻസിനെതിരെയാണ് വിജിലൻസിന്റെ ഡയറക്ടർ അടക്കം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു KM എബ്രഹാമിനെ എന്ന് കോടതി ഈ വിധിയുടെ ഭാഗമായി പറയുന്നത് എങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിലായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് കഴിയും. ചോദ്യം ചോദിക്കാനേ കഴിയുള്ളൂ, മറുപടി പിടിച്ചു വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ നവീകരിക്കപ്പെട്ട സത്യാനന്തര ലോകത്തിന്റെ ഒരു പ്രത്യേകത.